Hi all, welcome to TOS Academy. അപ്പോൾ HSST ഫിസിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു HSST ഫിസിക്സ് എക്സാമിന് അർഹരായിട്ടുള്ള എല്ലാവരും എലിജിബിലിറ്റി എക്സാംസ് ഒക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് തന്നെ എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യണം. അപ്പം ഇനിയും ഒട്ടും വൈകാൻ പാടില്ല. നമുക്ക് വളരെ ലിമിറ്റഡ് ടൈം മാത്രമേ ഉള്ളൂ അല്ലേ? ഓൾമോസ്റ്റ് എക്സാമിനേഷൻ നമ്മുടെ PSCയുടെ കലണ്ടറും 2026ൻ്റെ കലണ്ടറും വന്നു. മെയ് തൊട്ടിട്ട് ജൂലൈ വരെയുള്ള ടൈമിലാണ് എക്സാം എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും മിനിമം നമുക്ക് ഏപ്രിൽ വരെയുള്ള സമയമേ പ്രിപ്പയർ ചെയ്യാനുള്ളൂ അല്ലേ? അതിനകത്ത് നമുക്ക് ഏപ്രിൽ വരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഏപ്രിൽ എന്നൊരു മാസം നമ്മൾ റിവിഷന് കൊടുക്കണം. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എപ്പോഴായിരിക്കും എക്സാം എന്നുള്ളൊരു ഐഡിയ ഓൾറെഡി കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ടോസ് അക്കാഡമിയിൽ HSST ഫിസിക്സിൻ്റെ ഓൺലൈൻ കോച്ചിങ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ധാരാളം വിദ്യാർത്ഥികളാണ് ഇവിടെ കഴിഞ്ഞ HSST എക്സാമിനൊക്കെ ആയിട്ട് ടോസ് അക്കാഡമിയിൽ പഠിച്ച് ഇപ്പോൾ ഓൾറെഡി ജോലിക്കൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു എക്സാം HSST എക്സാം വളരെ ക്രൂഷ്യലാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം PG B.Ed സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു പൊസിഷൻഡ് ജോബാണ് ഈ പറയുന്ന HSST ജൂനിയർ ഫിസിക്സ് അല്ലെ? HSST ഫിസിക്സ് ജൂനിയർ എന്ന് പറയുന്ന തസ്തിക. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവരും അല്ലെങ്കിൽ ഈ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ടീച്ചിങ് ജോലി ഇഷ്ടപ്പെടുന്നവരും തീർച്ചയായിട്ടും ഈ എക്സാമിന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അഡ്വാൻസ്ഡ് ലെവൽ 6 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. HSST ഫിസിക്സിന് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നെറ്റ് മുതലായ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പൂളിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ വൺ ഡയമെൻഷണൽ ഹാമിൽട്ടോണിയൻ ഓഫ് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് h is equal to p square by 2m e raised to minus of x by a plus v of x, where a is a constant with appropriate dimension. The corresponding Lagrangian is. ഓക്കെ, അപ്പോൾ ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്താണ്, പൊതുവെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലഗ്രാഞ്ചിയൻ തന്നിട്ട് അതിൽ നിന്ന് ഹാമിൽട്ടോണിയനിലേക്ക് പോകുന്നതാണ് അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? ഹാമിൽട്ടോണിയൻ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? എന്താണ്? ഹാമിൽട്ടോണിയൻ എച്ച് അല്ലേ? എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടി പ്ലസ് വി ആണ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? ഹാമിൽട്ടോണിയൻ എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. അതേപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സിഗ്മ ഓഫ് ക്യു ജെ ഡോട്ട് പി ജെ മൈനസ് ലഗ്രാഞ്ചിയൻ ഇസ് ഈക്വൽ ടു എച്ച് അല്ലേ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ് ഹാമിൽട്ടൺസ് കനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? അത് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻ അറിയണം. ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെന്തൊക്കെയാണ്? എത്ര ഇക്വേഷൻ ഉണ്ട്? 2 ഇക്വേഷൻ അല്ലേ? അപ്പോൾ എന്താണ്? ക്യൂ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി അല്ലേ? പൈ വെച്ച് സബ്സ്ക്രിപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ക്യു ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ഐ. അതേപോലെ തന്നെ പി ഐ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. ഓക്കെ, അപ്പം നിങ്ങൾ അറിയണം, ഇത് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എക്സാം ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരാൻ പറ്റും. ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. എച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. ഇത്രയും തിയറിറ്റിക്കൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എച്ച് എന്ന് പറയുന്ന എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? പി സ്ക്വയർ ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് വി ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. മിസ്റ്റേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ഓക്കെ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഡോട്ടിന് നമുക്ക് എങ്ങനെ എഴുതാം?
ഡോ എച്ച് ബൈ ഡോ പി എന്ന് നമുക്ക് എഴുതാം അല്ലെ. ഈ ഒരു ഇക്വേഷനിൽ ബേസ് ചെയ്തിട്ട് എക്സ് ഡോട്ട് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി എന്ന് എഴുതാം. ഇനി അത് നമുക്ക് ചെയ്യാം അല്ലെ. ഡോ എച്ച് ബൈ ഡോ പി എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ പി ഓഫ് എച്ച് എന്താണ്, പി സ്ക്വയർ ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് വി ഓഫ് എക്സ് അല്ലേ. ഇനി പിയുടെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം ഈ ഒരു ടേമിൽ പിയുടെ ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണ്. പിന്നെ ഇവിടെയാണുള്ളത് അല്ലേ. അപ്പം ഇവിടെ എങ്ങനെ വരും, 2p ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ എന്ന് വരും. ഈ ഒരു ടേമിൽ 0 ആണ് വരിക അല്ലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. 2ഉം 2ഉം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ p ബൈ എം ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ. എന്താണിത്, എക്സ് ഡോട്ട് ആണ് അല്ലേ. അതായത് നമുക്ക് അതിൽ നിന്ന് പിനെ മാറ്റിയെടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ഇ റേസ് ടു, ഇതിനെ എൽ എച്ച് എസ് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എങ്ങനെയാവും, ഇ റേസ് ടു എക്സ് ബൈ എ അല്ലേ. മൈനസ് എന്നുള്ളത് പ്ലസ് ആയിട്ട് മാറും. ഇ റേസ് ടു എക്സ് ബൈ എ. പി ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ഇ റേസ് ടു എക്സ് ബൈ എ. അപ്പം ഇതാണ് നമുക്ക് പിയുടെ ടേമിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇനി ലഗ്രാഞ്ചിയൻ എൽ ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് ഡോട്ട് പി മൈനസ് എച്ച്. നമ്മൾ ലഗ്രാഞ്ചിയന്റെ ഇക്വേഷൻ എഴുതിയില്ലേ. എങ്ങനെയാ ഇക്വേഷൻ എഴുതിയത്, എക്സ് ഡോട്ട് പി മൈനസ് എൽ ഇസ് ഈക്വൽ ടു എച്ച് എന്ന് എഴുതി അല്ലേ. അപ്പം ഇതിനെ നേരെ നമ്മൾ തിരിച്ചു. അപ്പോൾ ഈ എല്ലിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പം എല്ല് പോസിറ്റീവായി, എച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നെഗറ്റീവായി. അങ്ങനെയാണ് ഈ ഇക്വേഷനിലേക്ക് വന്നത്. അപ്പം ലഗ്രാഞ്ചിയന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഓക്കെ. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെയാണ്, എക്സ് ഡോട്ട് പി മൈനസ് എച്ച് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പം എക്സ് ഡോട്ട് പി, പിയുടെ വാല്യൂ നമ്മൾ എഴുതണം. പിയുടെ വാല്യൂ എന്തായിരുന്നു, പി എന്ന് പറയുന്നത് പിയുടെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, നിങ്ങൾ ചെയ്യുന്നത് കൂടെ തന്നെ ചെയ്യുക. എം എക്സ് ഡോട്ട് ഇ റേസ് ടു എക്സ് ബൈ എ എന്നായിരുന്നു പിയുടെ വാല്യൂ അല്ലേ. മൈനസ് എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ലഗ്രാഞ്ചിൻ്റെത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എഴുതുക. പി സ്ക്വയർ ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ പ്ലസ് വി ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. എറർ വരാതെ നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്ത് പോവാ കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്, എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡോട്ട് ഉണ്ട്. അപ്പൊ എം എക്സ് ഡോട്ട് സ്ക്വയർ ഇ റേസ് ടു എക്സ് ബൈ എ അല്ലേ. ഇത്രയും കറക്റ്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യാം അല്ലേ. അപ്പൊ ഇവിടെ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യണം. എന്താണ്, പിയുടെ വാല്യൂ, ആ പിയുടെ വാല്യൂ ഇവിടെ പി സ്ക്വയർ ആണ് അല്ലേ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് പി എന്ന് പറയുന്നത്. ഈ പി സ്ക്വയറിൽ പിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ. ഈ പിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്, പി ഇസ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് ഇ റേസ് ടു എക്സ് ബൈ എ. ഈ വാല്യൂ പി സ്ക്വയറിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പം നമുക്ക് ആൻസർ വരുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക. എം സ്ക്വയർ എക്സ് ഡോട്ട് സ്ക്വയർ ബൈ 2m ഇ റേസ് ടു 2x ബൈ എ ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ എ. അപ്പം പി സ്ക്വയർ ആണ് ഇവിടെ ചെയ്തത്. ബൈ 2m ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ് ബൈ അവിടെ വന്നു. മൈനസ് വി ഓഫ് എക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മൈനസ് വന്നു അല്ലേ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ്, ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. ലഗ്രാഞ്ചിയൻ എൽ ഇസ് ഈക്വൽ ടു ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ ഇ റേസ് ടു എക്സ് ബൈ എ മൈനസ് വി ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും വാല്യൂ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം എൽ ഇസ് ഈക്വൽ ടു നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്, ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയറിന് ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം അല്ലേ. ഡി എക്സ് ബൈ ഡി ടി ദി ഓൾ സ്ക്വയർ ഇ റേസ് ടു എക്സ് ബൈ എ മൈനസ് വി ഓഫ് എക്സ്. ക്ലിയർ ആണല്ലോ. ഇത് ഏതാ ഓപ്ഷൻ എന്നൊന്ന് ചെക്ക് ചെയ്തേ.
അടുത്ത നമുക്ക് മൈക്രോ പ്രോസസ്സറിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇൻവോൾവ്. ഇൻസ്ട്രക്ഷൻ ഇതാണ് STA526A ഹെക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ടി സ്റ്റേറ്റ്സ് ഇൻവോൾവ് ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 7, 10, 13, 4 ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മൈക്രോ പ്രോസസ്സർ നമുക്ക് നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അറിയുമോ അറിയില്ല, കുറച്ച് പേരൊക്കെ ഇത് പഠിക്കാത്തതുണ്ട്. മറ്റുള്ളവർക്ക് എത്രത്തോളം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് പരിചയമാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇത് മനസ്സിലാവുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് മൈക്രോ പ്രോസസ്സറിൻ്റെ എല്ലാ കണ്ടന്റുകളും നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടന്റ് എത്രത്തോളം അത് മനസ്സിലാക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട് കേട്ടോ ഈ ഒരു പബ്ലിക് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം അല്ലേ. STA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റോർ അക്യുമുലേറ്റർ. അപ്പോൾ കണ്ടന്റ് ഓഫ് ദ അക്യുമുലേറ്റർ സ്റ്റോർഡ് ഇൻ ദ സ്പെസിഫിക് അഡ്രസ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന മെഷീൻ സൈക്കിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഓരോ മെഷീൻ സൈക്കിളിലും എത്ര ടി സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ആദ്യം നടക്കുന്നത് എന്താണ്? STA എന്ന് പറയുന്ന ഓപ്പ് കോഡ് നമുക്ക് ഇൻസ്ട്രക്ഷനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മറ്റു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണം എന്നില്ല. അപ്പം നോക്കുക, STA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ഓപ്പ് കോഡ് ഫെച്ച് മെഷീൻ സൈക്കിൾ ആണ് വരുന്നത്. അപ്പോൾ ഓപ്പ് കോഡ് ഫെച്ച് ചെയ്യാനുള്ള മെഷീൻ സൈക്കിൾ നമുക്കറിയാം 4 ടീസ്. ഓപ്പ് കോഡ് ഫെച്ചിൽ എത്ര ടി സ്റ്റേറ്റ്? 4 ടി സ്റ്റേറ്റ് ആണ് നമുക്കുള്ളത് അല്ലേ. അടുത്തത് നോക്കുക, ദെൻ അടുത്തത് പറയുന്നത് 52(6A) എന്ന് പറയുന്ന ബൈറ്റ്. 52 എന്ന് പറയുന്ന ബൈറ്റും 6A എന്ന് പറയുന്ന ബൈറ്റും അല്ലേ. അപ്പോൾ അതിൽ ആദ്യം എന്താണ് ചെയ്യുക? ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള 6A എന്ന് പറയുന്ന ബൈറ്റിനെ എന്താണ്, then the lower order memory address is read. 6A നെ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഒരു മെമ്മറി റീഡ് മെഷീൻ സൈക്കിൾ വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്? 52A എന്ന് പറയുന്ന ഹയർ ഓർഡർ അഡ്രസ്സ് റീഡ് ചെയ്യണം. അപ്പോൾ അവിടെയും ഒരു മെമ്മറി റീഡ് സൈക്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മെമ്മറി റീഡ്, ഒരു മെമ്മറി റീഡിന് 3 ടി സ്റ്റേറ്റ്സ് ആണ് വരിക. അടുത്തതിനും 3 ടി സ്റ്റേറ്റ്സ് ആണ് വരിക. അപ്പോൾ ഇതോടെ കഴിഞ്ഞില്ല അല്ലേ. ഇതാണ് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ അക്യുമുലേറ്റർ ആണ്. ഇപ്പം ഇനി എന്ത് ചെയ്യുന്നു? ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അഡ്രസ്സസ് ആർ കൺസിഡേർഡ് ആൻഡ് ദ കണ്ടന്റ് ഫ്രം അക്യുമുലേറ്റർ ഇസ് റിട്ടൺ. അപ്പം ഇങ്ങനെ ഇത് ചെയ്യുന്ന ഒരു മെമ്മറി റൈറ്റ് സൈക്കിളും കൂടി അതിൽ ഉൾപ്പെടും. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു 3 ടി സ്റ്റേറ്റ്സും കൂടെ വരും. അപ്പം ടോട്ടൽ എത്ര ടി സ്റ്റേറ്റാണ് വരിക? 4 + 3 ടി സ്റ്റേറ്റ് + 3 ടി സ്റ്റേറ്റ്, അതായത് 13 ടി സ്റ്റേറ്റ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. 13 ടി സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ മൊത്തത്തിലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടൈമിംഗ്, നമുക്ക് ഡയഗ്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അത്രയ്ക്കൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ബേസിക് ആയിട്ട് ഈ ഒരു ടി സ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹാമിൽട്ടോണിയൻ ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം H is equal to P1 P2 plus Q1 Q2. Q1 Q2 എന്താണ്? ജനറലൈസ് കോർഡിനേറ്റ്. P1 and P2 കനോണിക്കൽ മൊമെന്റ് ആണ്. ലഗ്രാഞ്ചിയൻ ഓഫ് ദ സിസ്റ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ് നമുക്ക് പറയാൻ പറ്റുക? Q1 ഡോട്ട് എന്ന് പറയുന്നത് ∂H/∂P1 ആണ് അല്ലേ. Q1 ഡോട്ട്. അതേപോലെ Q2 ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ∂H/∂P2 ആണ് അല്ലേ. ഇത് നമുക്കറിയാം. അക്കോർഡിംഗ് ടു രണ്ടും ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ Q1 ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ∂H/∂P1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, ∂H/∂P1 എന്ന് പറയുമ്പോൾ എന്താ വരിക? P2 ആണ് വരിക അല്ലേ. ഈ ടേം പോവും അല്ലേ. അടുത്തത് Q2 ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക? ∂H/∂P2. അപ്പോൾ ∂H/∂P2 ചെയ്യുമ്പോൾ എന്ത് വരും? P1 വരും. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മുടെ ലഗ്രാഞ്ചിയൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? സിഗ്മ ഓഫ് QJ ഡോട്ട് PJ മൈനസ് ലഗ്രാഞ്ചിയൻ ഈസ് ഈക്വൽ ടു H അല്ലേ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ലഗ്രാഞ്ചിയൻ എന്താണെന്നാണ് അല്ലേ. അപ്പോൾ സിഗ്മ ഓഫ് QJ ഡോട്ട് PJ മൈനസ് H എന്ന് പറയുന്നതാണ് ലഗ്രാഞ്ചിയൻ അല്ലേ. ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇതിനെ സോർട്ട് ചെയ്തെടുത്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ ഓഫ് ആണെന്ന് അല്ലേ. അപ്പോൾ അതായത് രണ്ട് കോർഡിനേറ്റ് ഉണ്ട് ഇവിടെ, ജനറലൈസ് കോർഡിനേറ്റ് Q1 ഉം Q2. അപ്പോൾ അതിൻ്റെ ടേംസിൽ നമുക്ക് ഈ സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം.
ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുകയാണ് കാൽക്കുലേഷൻ ചെയ്യാൻ കേട്ടോ. ഡോ എച്ച് ബൈ ഡോ പി വൺ എന്ന് വെച്ചാൽ ക്യൂ വൺ ഡോട്ട് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു പി ടു ആണ് അല്ലേ. ആൻഡ് അതേപോലെ തന്നെ ഒരു റിസൾട്ടും കൂടി ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ടു ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ പി ടു ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു പി വൺ ആണ് അല്ലേ. ഇനി അടുത്ത നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ലഗ്രാഞ്ചിയൻ എൽ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് ക്യൂ ജെ ഡോട്ട് പി ജെ മൈനസ് എച്ച് ആണ് വരിക. അപ്പം നമുക്കിവിടെ ലഗ്രാഞ്ചിയൻ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ക്യൂ ജെ ഡോട്ട് കറക്റ്റ് ചെയ്ത് എഴുതാം, ക്യൂ ജെ ഡോട്ട് പി ജെ മൈനസ് എച്ച് അല്ലെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എല്ലിന് എന്ത് വരും, ക്യൂ വൺ ഡോട്ട് പി വൺ പ്ലസ് ക്യൂ ടു ഡോട്ട് പി ടു മൈനസ് എച്ച് അല്ലെ. എച്ച് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്, വിച്ച് ഇസ് ഈക്വൽ ടു P1 P2 plus Q1 Q2 P1 P2 plus Q1 Q2. ഓക്കെ, അപ്പൊ ഇനി നോക്കുക, നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കണം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നോക്കിയേ, നമുക്കിവിടെ Q1 ഡോട്ട് P1ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q2 ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. Q2 ഡോട്ട് പ്ലസ് ഇവിടെ എന്താണ് Q2 ഡോട്ട് P2ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, Q1 ഡോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q1 ഡോട്ട് മൈനസ് ഇവിടെ P1 P2 മൈനസ് Q1 Q2 എന്നാവും അല്ലേ. അപ്പൊ ഇവിടെ നോക്കി ഇത് രണ്ടും സെയിം അല്ലേ. അപ്പൊ 2 ഇൻറ്റു Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് ഈ P1 P2നൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് കേട്ടോ. P1 P2ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് Q1 ഡോട്ട് Q2 ഡോട്ട്, കണ്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് അടുത്തത് Q1 Q2 ജസ്റ്റ് Q1 Q2 തന്നെ എഴുതി. അപ്പൊ നോക്കിയേ 2 Q1 ഡോട്ട് Q2 ഡോട്ട് എന്ന് ഒരെണ്ണം കുറയ്ക്കുമ്പോൾ Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് Q1 Q2 കിട്ടിയോ, ലഗ്രാഞ്ചിയൻ കിട്ടിയല്ലോ. Q1 ഡോട്ട് Q2 ഡോട്ട് മൈനസ് Q1 Q2. അപ്പൊ ഇത് ഏതാണ് നമ്മുടെ ഓപ്ഷനിൽ വരുന്നത്, ഓപ്ഷൻ 4 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ കാൽക്കുലേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഉള്ള കാൽക്കുലേഷൻസ് ഇതൊന്നും ഒത്തിരി ടൈം കൺസ്യൂമിങ് അല്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ടൈം എടുക്കുന്നതാണ്. നമ്മൾ നല്ല ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാനിരുന്നാൽ നമുക്ക് 1 മിനിറ്റ് കൊണ്ടൊക്കെ ഇതിന്റെ ആൻസർ സുഖമായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാമിന് എക്സ്പെക്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ദ റിയാക്ഷൻ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ഗീവ്സ് പ്രോട്ടോൺ പ്ലസ് കെ പ്ലസ് എക്സ് എന്നാണ് കേട്ടോ. കെ പ്ലസ് എക്സ് mediated by strong interaction, the baryon number V, strangeness S and third component of isospin of the particle are. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നെറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലെ, കാരണം നമ്മൾ സെറ്റിൽ ധാരാളം ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രോട്ടോൺ ഒരു ബേരിയോൺ ആണ് അല്ലെ. സോ ബേരിയോൺ നമ്പർ 1 ആണ്. അതേപോലെ ന്യൂട്രോണും ഒരു ബേരിയോൺ ആണ്, ബേരിയോൺ നമ്പർ 1 ആണ്. ആൻഡ് പ്രോട്ടോൺ അഗെയിൻ ഒരു ബേരിയോൺ ആണ്. കയോൺ കെ പ്ലസ് എന്ന് പറയുന്ന ഒരു ബേരിയോൺ അല്ല, പ്ലസ്. അപ്പൊ ഇവിടെ എക്സ്, ഈ ഒരു എക്സിന് നമ്മൾ അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് കൺസർവേഷൻ അനുസരിച്ച് ബേരിയോൺ നമ്പർ കൺസേർവ്ഡ് ആയിരിക്കണം. അപ്പൊ എക്സിന്റെ ബേരിയോൺ നമ്പർ ഷുഡ് ബി +1. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ ഈ ഒരു എണ്ണത്തിന് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മുടെ മുമ്പിൽ ഇതിനെയും ഡിലീറ്റ് ചെയ്യാം. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഓപ്ഷനിൽ വരേണ്ടത്. ഓക്കെ, ഇനി സ്ട്രേഞ്ച്നെസ് നോക്കാം. പ്രോട്ടോൺ ഒരു സ്ട്രേഞ്ച് പാർട്ടിക്കിൾ അല്ല, ന്യൂട്രോൺ ഒരു സ്ട്രേഞ്ച് പാർട്ടിക്കിൾ അല്ല. എഗെയിൻ പ്രോട്ടോൺ ഇസ് നോട്ട് എ സ്ട്രേഞ്ച് പാർട്ടിക്കിൾ. കയോൺ എന്ന് പറയുന്നത് ഒരു സ്ട്രേഞ്ച് പാർട്ടിക്കിൾ ആണ്, വിച്ച് ഹാസ് എ സ്ട്രേഞ്ച്നെസ് ഓഫ് +1. ആൻഡ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത്, സോ ഇറ്റ് ഷുഡ് ഹാവ് എ സ്ട്രേഞ്ച്നെസ് നമ്പർ ഓഫ് -1. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓൾറെഡി നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. -1 ആണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഐസോസ്പിൻ നോക്കാൻ പോകണമെന്നില്ല, നമുക്ക് ഓൾറെഡി ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എളുപ്പത്തിൽ കാണാൻ പറ്റുന്നത്, അതായത്
ബേരിയോൺ നമ്പർ, സ്ട്രേഞ്ച്നെസ് നമ്പർ, അതൊക്കെ ആദ്യം ചെയ്യുക. എന്നിട്ട് ഓപ്ഷനിൽ നോക്കിയിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തുക. കാരണം നമുക്കിത് ചെയ്യാൻ അറിയോ എന്നുള്ളതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്ക് ആൻസർ സ്പോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഐസോസ്പിൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ആരും ഇവിടെ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ 4 ഓപ്ഷനിൽ നിന്ന് ആൻസർ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് എത്രയും പെട്ടെന്ന് സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ ഐസോസ്പിൻ നോക്കണ്ട, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമുക്ക് പ്രോട്ടോണിന്റെ ഐസോസ്പിൻ ഹാഫ് ആണെന്ന് അറിയാം, ന്യൂട്രോണിന്റെ ഐസോസ്പിൻ -12 ആണെന്ന് അറിയാം അല്ലെ. ആൻഡ് അഗെയിൻ പ്രോട്ടോണിന്റെ ഐസോസ്പിൻ ഹാഫ് ആണ്. ആൻഡ് കയോണിന് we have an isospin of +12 അല്ലെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ +12ഉം -12ഉം കൂടെ ഇവിടെ എന്തായി 0 ആയി അല്ലെ. അപ്പൊ ഇവിടെ +12ഉം +12ഉം കൂടെ 1 ആയി. അങ്ങനെയാണെങ്കിൽ 0 ആവണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് -1 ആയിരിക്കണം ഇതിന്റെ ഐസോസ്പിൻ വരേണ്ടത്. സോ ഓപ്ഷൻ ബി തന്നെയാണ് റൈറ്റ് ആൻസർ. -സ്പിൻ ആണ് ഐസോസ്പിൻ വരുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ദ കനോണിക്കൽ മൊമെന്റ ആർ. അപ്പൊ ABCD 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു കാര്യം അറിഞ്ഞിരിക്കണം അല്ലെ. ഒരു ലഗ്രാഞ്ചിയൻ, ഒരെണ്ണത്തിന്റെ ലഗ്രാഞ്ചിയൻ കാണാതെ അറിഞ്ഞിരിക്കണം. എന്താണ് ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് അല്ലെ. അപ്പൊ എന്താണ് 12mv² - q5 plus q into v dot a by c, where v and a are scalar and vector potentials ആണ് അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലഗ്രാഞ്ചിയൻ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ പഠിക്കാൻ നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ വരുന്നതാണ് കേട്ടോ. ചിലപ്പോൾ ഈ ലഗ്രാഞ്ചിയൻ എടുത്ത് ചോദിക്കാറുണ്ട്. ഫോർ എ ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇത് രണ്ടും ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? കനോണിക്കൽ മൊമെന്റ P is equal to dou L by. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ കോർഡിനേറ്റ് ആയിട്ട് ജനറലൈസ് dou L by dou V ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ dou L by dou V കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇതാണ് നമ്മുടെ ലഗ്രാഞ്ചിയൻ അല്ലെ. അപ്പം dou L by dou V കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടേം 0 ആയി പോകും അല്ലെ. പിന്നെ ഈ 2 ടേം മാത്രമേ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. dou L by dou V is equal to dou by dou V of 12mv² - q5 plus q into v dot a by c അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ടേം ചെയ്യണം. അപ്പൊ 12m into v² ഡെറിവേറ്റീവ് 2v അല്ലെ. അപ്പൊ ഇവിടെ നമുക്കില്ല, ഈ ഒരു ടേം v യുടെ ടേം വരുന്നില്ല. പ്ലസ് q by c into v dot a നെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ u dash v അല്ലെ 0 ആണ്. പ്ലസ് uv dash അല്ലെ. uv dash എന്ന് പറയുമ്പോൾ a കൂടെ വരും അല്ലെ. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിവിടെ ആൻസർ എന്താണ്? 2 2 വെട്ടിപ്പോയി കഴിഞ്ഞാൽ mv plus q by c into a അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കണ്ടോ, ഇങ്ങനെ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമുക്ക് ഒരു 5-6 ലഗ്രാഞ്ചിയൻ നമ്മൾ കാണാതെ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. സെറ്റ് എക്സാമിനൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്ത് വന്നത് അല്ലെ. അല്ലാതെ ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് dou L by dou V ഒക്കെ കാണുമ്പോഴേക്കും എത്ര ടൈം ആയിരിക്കും അല്ലെ. അതൊന്നും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള മെത്തേഡ് അല്ല. അപ്പൊ കുറച്ചു കാര്യങ്ങൾ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം നന്നായിട്ട് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം. ഓക്കെ, സോ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ നോക്കാം. The Hamiltonian corresponding to the Lagrangian L is equal to ax dot square plus by dot square minus kxy is ABCD. കേട്ടോ, ABCD ഇങ്ങനെ 4 ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാൽക്കുലേഷൻസ് കറക്റ്റ് അറിഞ്ഞിരിക്കണം, ഇക്വേഷൻസ് അറിയണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ലഗ്രാഞ്ചിയൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര ജനറലൈസ് കോർഡിനേറ്റ് ആണ്? എക്സും വൈയും അല്ലെ. 2 ജനറലൈസ് കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള PXും PYയും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നു. PX എന്താണ്? dou L by dou x ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്തു. PY dou L by dou y ഡോട്ട് കാൽക്കുലേറ്റ് ചെയ്തു. ഹാമിൽട്ടോണിയൻ എന്താണ്? സിഗ്മ ഓഫ് PJ QJ ഡോട്ട് മൈനസ് L.
അല്ലേ? അപ്പോൾ എന്താണ് ഇത് എക്സ്പാൻഡ് ചെയ്യുക, പി ജെ ക്യൂ ജെ എന്ന് പറഞ്ഞാൽ പി എക്സ് എക്സ് ഡോട്ട് പ്ലസ് പി വൈ വൈ ഡോട്ട് മൈനസ് ലഗ്രാഞ്ചിയൻ. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കുക, വെറും മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ്. അങ്ങനെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. അപ്പോൾ ഇത് നമ്മുടെ ഓപ്ഷനിൽ ഏതാണെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ HSST ഫിസിക്സിൽ വരുന്ന ടോപ്പിക്കുകളിൽ ഉൾപ്പെടുന്നതിൽ കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ ഇനിയും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോസുമായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ HSST ഫിസിക്സിൻ്റെ കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ ഔട്ടായി എന്നറിയാം, എക്സാം കലണ്ടർ ഔട്ടായി എന്നറിയാം. അപ്പോൾ വളരെ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ഇഫോർട്ട് എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയിലെ അധ്യാപകർ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം 7510155485 എന്ന നമ്പറിൽ ടോസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.